ഇനി ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഇതിൽ അടുത്തതായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതായത് വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഹീറ്റ് എനർജി കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് എനർജി കിട്ടുന്ന ഒരു സാധനമാണ് അയൺ ബോക്സ്, ടോസ്റ്റർ. ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, പക്ഷെ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇസ് ലൈറ്റ് എനർജി. പക്ഷെ ഇവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ബൾബിന്റെ കാര്യം കുറച്ചൊന്ന് പറഞ്ഞുതരാം. ഈ ബൾബിന്റെ ഇതിനുള്ളിലുള്ളത് ഈ സാധനത്തിന് പറയുന്ന ഈ കമ്പി ഉണ്ടല്ലോ, ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കുന്ന, ഇതിനെ പറയുന്നതാണ് ഫിലമെന്റ്. ഫിലമെന്റ്. ഓക്കെ, ഈ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിൾ 118ഓളം എലമെന്റുകൾ പഠിച്ചിട്ടില്ലേ? അതിൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ടങ്സ്റ്റൺ ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതാ ഇവിടെ നമുക്ക് സോൾഡ്രോൺ ഉണ്ട്, സോൾഡറിങ് ചെയ്യുന്ന സോൾഡ്രോൺ ഉണ്ട്. ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക് എനർജി, വൈദ്യുതോർജം എന്തായിട്ട് മാറുന്നു? താപോർജമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഏത് ഉപകരണത്തിൽ വെച്ചിട്ടാണോ മാറുന്നത്, അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്ലയൻസസ് ദാറ്റ് യൂട്ടിലൈസ് ദിസ് എഫക്റ്റ് ആർ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. അപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങൾ പറയുന്നതാണ് എന്താ പറയാ? വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുതി ഉപയോഗിച്ചിട്ട് താപം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇതും ഇതിൽ കേട്ടോ. ഇത് എവിടെ പറ്റും? ഇൻക്യുബേറ്റർ ആണെന്നുണ്ടെങ്കിൽ, കോഴിമുട്ട വിരിയിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻക്യുബേറ്റർ ആണെങ്കിൽ ഇതൊക്കെ, അല്ലാത്തപ്പോൾ ഇതും. ക്ലിയർ ആണല്ലോ? വൈദ്യുതി ഉപയോഗിച്ചിട്ട് താപം ഉണ്ടാക്കുന്നു, വൈദ്യുത താപന ഉപകരണങ്ങൾ പഠിക്കണോണ്ടാ. ഓക്കെ, ഇനി നമ്മുടെ രണ്ട് സയന്റിസ്റ്റുകളെ കാണാൻ പറ്റും. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്. തീർച്ചയായിട്ടും ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു. എപ്പോഴാണ് ഹീറ്റ് ഉണ്ടാവുന്നത്? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത്. എന്തിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത്? എന്തിലൂടെ വൈദ്യുതി ഫ്ലോ ചെയ്യുന്നത്? കണ്ടക്ടറിൽ കൂടെ. കണ്ടക്ടർ എന്ന് പറയുന്നത് ചാലകം, ചാലത്തിൽ കൂടെ പോകുന്നുണ്ട്, ചാലകത്തിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്നതാണ് ജൂൾ ഹീറ്റിംഗ്. ആൻഡ് ദിസ് ഇസ് ജൂൾ ഹീറ്റിംഗ് ആൻഡ് ദിസ് ഇസ് എ പേഴ്സൺ. ഈ വ്യക്തിയാണ് നമ്മുടെ ജൂൾ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ ഓം എന്ന് പറയുന്നത്. ഓം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓമിക് ഹീറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് എന്നോ ഈ ഒരു പ്രോസസ്സിനെ പറയാം. അതായത് ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, that is called joule heating or ohmic heating. The part used to produce heat energy in heating appliances is the heating element. അതായത് ഈ വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഹീറ്റ് ഉണ്ടാവാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു എലമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്നതാണ് ഹീറ്റിംഗ് എലമെന്റ് എന്നോ അല്ലെങ്കിൽ ഇതിനെ ഹീറ്റിംഗ് കോയിൽ എന്നോ പറയാം. സോ ഇവിടെ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും. ഓക്കെ, ഹീറ്റിംഗ് കോയിൽ ഉള്ളതുകൊണ്ടാണ് ഇത് ചൂടാവുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, ഹീറ്റിംഗ് കോയിലായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റലുകളുടെ ഒരു കോമ്പിനേഷന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? അലോയ് എന്ന് പറയുന്നത്. ആ അലോയിന്റെ പേരാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടെ നിക്കൽ ഉണ്ടാവും, ക്രോമിയം ഉണ്ടാവാം. ഓക്കെ, നിക്കലും ക്രോമിയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നിക്കൽ ക്രോമിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സാമിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏകദേശം ഒരു 80% നിക്കലും ഒരു 20% ക്രോമിയം വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ചില ടൈപ്പില് എന്തുണ്ടാവും? ചെറിയ തോതിൽ അയൺ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് അയൺ അല്ലെങ്കിൽ ചിലപ്പോൾ മാംഗനീസ് ഉണ്ടാവാം. നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് നിക്രോമിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം നിക്കൽ, ക്രോമിയം, അയൺ. ഇത്ര പറഞ്ഞാൽ മതി. നോർമലി നിക്കലും ക്രോമിയം ആണ്, പക്ഷെ അയൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാംഗനീസ് ഉണ്ടാവും. നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമുക്ക് കോയിനുകളൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മുടെ പൈസ, ചില്ലറ പൈസ ഒക്കെ ഉണ്ടാക്കില്ലേ, അത് നിക്രോം വെച്ചിട്ടാണ്. പിന്നെ ക്രോമിയം എന്ന് പറയുന്നത് ഒരു ട്രേസ് എമൗണ്ട് ഓഫ് ക്രോമിയം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ട്, കിട്ടണം. ഓക്കെ, നമ്മുടെ ഡയറ്റിൽ കിട്ടേണ്ട ഒരു സംഭവമാണ്. എന്തുകൊണ്ട് നിക്രോം? എന്തുകൊണ്ടാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ നിക്രോം ഉപയോഗിക്കുന്നത്? അപ്പോൾ പ്രത്യേകതകൾ പറയാം. നിക്രോമിന് റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, പ്രതിരോധം വളരെ കൂടുതലാണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, പ്രതിരോധം വളരെ കൂടുതലാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അതായത് 1400 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മെൽറ്റ് ചെയ്യുള്ളൂ, ഉരുകുള്ളൂ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെമ്പറേച്ചർ കൊടുത്താലേ ഉരുകുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നേരത്തെ ഒരു ബൾബിന്റെ പറഞ്ഞില്ലേ, നമ്മുടെ ഇൻകാൻസൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, ഇതിനുള്ളിലായിട്ട് ഫിലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ടങ്സ്റ്റൺ എന്ന് പറഞ്ഞില്ലേ. ഇത് ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ ചെറിയൊരു വിള്ളൽ ഉണ്ടായി എന്ന് വിചാരിച്ചോ. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് എയർ കിടക്കും, ഓക്സിജൻ കിടക്കും. ഓക്സിജൻ കിടന്നു കഴിഞ്ഞാൽ ഇത് ബേൺ ചെയ്യും, ഇത് കത്തിപ്പോവും, പിന്നെ സാധനം വർക്ക് ചെയ്യില്ല. മനസ്സിലായല്ലോ?
അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കുക. പക്ഷെ നമ്മുടെ ഈ നിക്രോമിന് എന്ത് സംഭവിക്കില്ല, നോർമലി ഓക്സിഡേഷൻ അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ അത് കുറെ കാലം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും കൂടി ചേർന്ന് കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ചുവന്ന ചുട്ടുപഴുത്ത അവസ്ഥയിൽ കുറെ നേരം നിൽക്കാനായിട്ടുള്ള കഴിവുണ്ട് നമ്മുടെ നിക്രോമിന്. പിന്നെ അത്യാവശ്യം നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, നല്ല ബലമുള്ളതാണ്. പിന്നെ മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്. അടിച്ചു പരത്താൻ പറ്റും, വലിച്ചു നീട്ടി വയറുകളാക്കാൻ പറ്റും. ഡക്റ്റിലിറ്റി ആൻഡ് മാലിബിലിറ്റി. മാലിബിലിറ്റി അടിച്ചു പരത്താൻ പറ്റും, ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് എല്ലാ സ്ഥലത്തോട്ടും ഈക്വൽ ആയിട്ട് യൂണിഫോം ആയിട്ട് ഒരേ രീതിയിൽ ചൂട് നൽകും. ഓക്കെ. പിന്നെ നല്ല നല്ല ലൈഫ് ഉണ്ട്, നല്ല ഡ്യൂറബിൾ ആണ്, കുറെ കാലം ഈട് നിൽക്കുന്നതാണ്. പിന്നെ പെട്ടെന്ന് എയറുമായിട്ടോ മോയ്സ്ചറുമായിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. പിന്നെ ഈസി ആയിട്ട്, വലിയ വിലയൊന്നുമില്ല, എക്കണോമിക്കലി ഈസി ആയിട്ട് കിട്ടുന്നതാണ്. എക്കണോമിക്കലി വലിയ പൈസയില്ല, ഈസി ആയിട്ട് കിട്ടുന്നതുമാണ്. പിന്നെ ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുക, അങ്ങനെ ഒരു സംഭവമൊന്നും ഇതിനില്ല. പിന്നെ നോൺ മാഗ്നറ്റിക് നേച്ചർ ആണ്, അതായത് കാന്തിക സ്വഭാവമൊന്നുമില്ല. ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണോ ഇതിന്? അത് പഠിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ആകെ എത്രയേ ഉള്ളൂ, ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. അതായത് ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് കൊറോഷൻ ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ ഓർ അതർ ഓക്സിഡൈസേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ പെട്ടെന്നൊന്നും നടക്കില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കത്തിപ്പോന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് കണ്ടീഷൻ, അല്ലെങ്കിൽ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം ചൂട് നൽകാനായിട്ടുള്ള കഴിവുണ്ട്. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, നല്ല റെസിസ്റ്റിവിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി ഈവൻ എ നിക്രോം വയർ ഓഫ് ഷോർട്ട് ലെങ്ത് ക്യാൻ പ്രൊവൈഡ് സഫിഷ്യന്റ് റെസിസ്റ്റൻസ്. കുഞ്ഞൊരു നിക്രോം വയർ ആണെന്ന് വെച്ചോ, എങ്കിലും നല്ല രീതിയിൽ റെസിസ്റ്റൻസ് തരാനും നല്ല രീതിയിൽ ഹീറ്റ് തരാനും സഹായിക്കും.